ഹലോ എവ്രി വൺ. ഈറ്റുമനയിലെ യക്ഷി എന്ന കഥയുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഈറ്റുമന ഇല്ലത്തിന് മുൻപിലെത്തിയ ഉണ്ണിയും ആൻ്റണിയും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അയാൾ വന്നില്ലല്ലോ. ആൻ്റണി ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി. ഇപ്പോൾ വരൂ ആൻ്റണി, അയാളെ ഞാൻ വിളിച്ചിരുന്നു. അയാളിപ്പോൾ രാഗിണി തമ്പുരാട്ടിയുടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ഉണ്ണി ദൂരത്തേക്ക് കണ്ണു നട്ടു നിന്നു. അപ്പോഴേക്കും വർഗീസിൻ്റെ കാർ അവർക്കടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ദൂരെ നിന്നു തന്നെ ഉണ്ണിയെയും ആൻ്റണിയെയും കണ്ട വർഗീസിൻ്റെ മനസ്സിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. കഴിഞ്ഞ ദിവസം യക്ഷിയുടെ കാര്യമെല്ലാം പറഞ്ഞ് അവനെ വിരട്ടിവിട്ടതാണ്. വീണ്ടും ഉണ്ണി വരില്ലെന്നാണ് അയാൾ കരുതിയത്. അയാൾക്കെന്തോ ഇല്ലം വിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുപോലെ തോന്നി. എങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ അയാൾ പുഞ്ചിരിയോടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. സമയം വൈകിയപ്പോൾ നിങ്ങളിനി വരില്ലെന്നാണ് ഞാൻ കരുതിയത്. അയാൾ വന്ന് ഇല്ലത്തിൻ്റെ പൂട്ടിക്കിടന്ന ഗേറ്റ് തുറന്നു. ആൻ്റണി കൗതുകത്തോടെ പുകയോതിക്കൊണ്ട് ചുറ്റും നോക്കി. ഉണ്ണി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അകത്തേക്ക് നടന്നു ചെല്ലും തോറും ആൻ്റണിക്ക് മനസ്സിലായി. ഒരുപാട് കാലപ്പഴക്കങ്ങളുള്ളതാണ് ഈ തറവാട്, കൂടാതെ യക്ഷിക്കഥയും. അവൻ ഇല്ലവും പറമ്പും മുഴുവൻ ചുറ്റി നടന്നു. ഒരുപാട് മരങ്ങളുണ്ട് ഇല്ലത്തിനകത്തും പുറത്തും. എന്നാലും ആർക്കും വേണ്ടാതെ ഇട്ടിരിക്കുന്ന ഈ മനക്ക് 2 കോടിയെന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കൂടുതലല്ലേ വർഗീസച്ചായ? ആൻ്റണി അയാളെ നോക്കി മുഖം വക്രിച്ചു. ആൻ്റണി, തൻ്റെ സംസാരത്തിൽ തന്നെ അറിയാം താനൊരു നല്ല ബിസിനസ്സുകാരനാണ്. പക്ഷേ താനൊരു കാര്യം മനസ്സിലാക്കണം. ഇല്ലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കാലി പറമ്പിന് വരെ സെൻറ്റിന് ലക്ഷങ്ങളാണ് വില. ആ കണക്കിന് നോക്കിയാൽ 3.5 കോടിയിലധികം വില വരും ഈ പറമ്പിനും ഇല്ലത്തിനും. പക്ഷേ വർഷങ്ങളായി വിൽക്കാൻ വച്ചിരിക്കുന്ന വസ്തുവാണിത്. യക്ഷിക്കഥ കേൾക്കുമ്പോഴേക്കും ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് കിടന്ന് ഇതിൻ്റെ മൂല്യം പതിയെ പതിയെ കുറഞ്ഞു വന്നു. അതുകൊണ്ടാ ഇപ്പോൾ 2 കോടിയിൽ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന പാർട്ടിയോട് വരെ തമ്പുരാട്ടി 2.5 കോടി രൂപയാണ് പറഞ്ഞത്. എന്നാൽ ഇന്നത് 2 കോടിയിലെത്തി നിൽക്കുക. തമ്പുരാട്ടിക്കൊരു മോനുണ്ട്, ശേഖർ. അവനങ്ങ് വിദേശത്താണ്. ഈ ഇല്ലം വിറ്റ് കഴിഞ്ഞ് ഈ നാട്ടിലെ എല്ലാ ഇടപാടും തീർത്ത് മകൻ്റെ അടുത്തേക്ക് പോകണമെന്നാ ഇപ്പം തമ്പുരാട്ടിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവരിത്രയും വില കുറച്ച് ഇത് വിൽക്കാൻ നോക്കുന്നത്. ഇനിയും വില കുറയാൻ യാതൊരു സാധ്യതയും ഇല്ല ഉണ്ണി. വർഗീസിൻ്റെ വാക്കുകളിൽ ഒട്ടും കള്ളമില്ലെന്ന് അവർക്ക് മനസ്സിലായി. എൻ്റെ വർഗീസച്ചായ, താങ്കളും ബിസിനസ്സിൽ ഒട്ടും മോശമല്ല. ആൻ്റണി വർഗീസിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണി 2 പേരുടെയും സംസാരം കേട്ട് പുഞ്ചിരിച്ചു. പറമ്പിൻ്റെ വലതുവശത്ത് കോമ്പൗണ്ട് മതിൽ അല്പം പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഭാഗമുണ്ട്. ആൻ്റണി ആ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ആരോ ഒരാൾ നിൽക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. ആരാ വർഗീസേട്ടാ അത്? അവൻ പെട്ടെന്ന് വർഗീസിനോട് ചോദിച്ചു. ഏത്? വർഗീസ് തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും അവിടെ കണ്ടില്ല. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആൻ്റണി മതിലിനടുത്തേക്ക് കൈ ചൂണ്ടി. പെട്ടെന്ന് വർഗീസിൻ്റെ മുഖഭാവമാകെ മാറി മറിഞ്ഞു. നിങ്ങൾ വന്നേ, അവൾ കളി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഇന്നലെയും ഇന്നും നിങ്ങൾ വന്നപ്പോൾ അവൾക്ക് തോന്നിക്കാണും നിങ്ങൾ ഈ ഇല്ലം വാങ്ങിക്കുമെന്ന്. നേരം സന്ധ്യയാവാറായി, വേഗം വാ. അയാൾ ധൃതിയിൽ മുന്നിൽ നടന്നു. വർഗീസച്ചായ, നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? ഉണ്ണി സംശയത്തോടെ ചോദിച്ചു. യക്ഷിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് പുരുഷന്മാരോട് തീർത്താൽ തീരാത്ത പകയാണ്, അയാൾ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ആൻ്റണിയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. യക്ഷി എന്തോന്ന്, ഇവിടെ സർവേ നടത്താൻ വന്നതാണോ? ആൻ്റണിയുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞിരുന്നു. നടന്നവർ ഇല്ലത്തിനു വെളിയിലെത്തി. ആൻ്റണിക്ക് താൻ നേരത്തെ കണ്ട ആ യുവതിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. മഞ്ഞ പുടവയെടുത്ത് തലയിൽ മുല്ലപ്പൂ വച്ച ഒരു സുന്ദരിയായ യുവതി. അവൻ ഗേറ്റിനപ്പുറം ആ മതിലിനടുത്തേക്ക് ഒരിക്കൽ കൂടി എത്തി നോക്കി. ആൻ്റണിക്ക് അത്ഭുതം അടക്കാനായില്ല. അവളതാ പുഞ്ചിരി തൂകിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. അരക്കെട്ട് മറഞ്ഞു നിൽക്കാൻ പാകത്തിന് ഭംഗിയുള്ള കാർക്കൂന്തൽ ഇളം കാറ്റിൽ പാറിപ്പറക്കുന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സൗന്ദര്യം. ആൻ്റണിയുടെ ഉള്ളിൽ മോഹം നുരഞ്ഞു പൊങ്ങി. വർഗീസച്ചായ, എൻ്റെ ഫോൺ എവിടെ? അയ്യോ, അത് അകത്തെവിടെയോ കളഞ്ഞു പോയല്ലോ. നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. വർഗീസ് അവനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അത് കാര്യമാക്കാതെ ആൻ്റണി ഗേറ്റ് തള്ളി തുറന്ന് ഓടി അകത്തേക്ക് കയറി. എന്നാൽ അകത്തേക്ക് കയറിയപ്പോഴേക്കും അവൾ നിന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു.
അവൻ ആ മതിലിനടുത്തേക്ക് ചെന്നു നോക്കി. ആ മതിൽക്കെട്ടിനപ്പുറം അവൾ പുഞ്ചിരിയോടെ നിൽക്കുന്നത് അവൻ ദൂരെ നിന്ന് കണ്ടു. അല്പം മാത്രം പൊട്ടിപ്പിളർന്നു നിൽക്കുന്ന ആ മതിൽക്കെട്ടിനിടയിലൂടെ ഇത്ര പെട്ടെന്ന് അവൾ ഇങ്ങനെയായിരിക്കും താഴത്ത് പറമ്പിലേക്ക് ഇറങ്ങിയത്. താൻ ഏതാ കൊച്ചേ? ആൻ്റണി അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അവൾ തൊട്ടപ്പുറത്തെ ഒരോടുമേഞ്ഞ കൊച്ചു വീട്ടിലേക്ക് വിരൽ ചൂണ്ടി. എൻ്റെ വീട് ആ കാണുന്നതാണ്. ഇല്ലത്ത് ആളനക്കം കണ്ടപ്പോൾ ഞാൻ വന്നു നോക്കിയതാ, മധുരമായ ശബ്ദത്തിൽ ആ യുവതി പറഞ്ഞു. കാർത്തി നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എത്ര വില കൊടുത്താലും ഇല്ലം സ്വന്തമാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ തൻ്റെ മനസ്സിലെ ആഗ്രഹം അതൊന്നുമായിരുന്നില്ല. നാട്ടിൻപുറത്തെത്തിയാൽ നല്ല തറവാടിത്തമുള്ള ശാലീന സുന്ദരികൾ ഒരുപാടുണ്ടാവും. അവരോടൊന്നിച്ച് ഒഴിവു സമയങ്ങൾ ഭംഗിയുള്ളതാക്കണം എന്നതായിരുന്നു. അതിത്ര പെട്ടെന്ന് ദൈവം നടത്തി തരുമെന്ന് താൻ കരുതിയില്ല. ആൻ്റണി മനസ്സിൽ കരുതി. ഇതേ സമയം പേടിയോടെ ഉണ്ണിയും വർഗീസും ആൻ്റണിക്ക് പിന്നാലെ അകത്തേക്ക് കയറി വന്നിരുന്നു. അവർ ഇല്ലത്തിനകത്തും പുറത്തും ആൻ്റണിയെ തിരഞ്ഞു നടന്നു. തൻ്റെ പേരെന്താടോ? എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ, ആൻ്റണി അറിയാതെ പറഞ്ഞു പോയി. സാറ് ടൗണിൽ നിന്നല്ലേ? സാറിനെ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അവൾ പതിയെ വശ്യമായൊന്ന് പുഞ്ചിരിച്ചു. ആൻ്റണിയുടെ ഉള്ളം തുടിച്ചു. ഇത് വളയുന്ന കേസാണല്ലോ. അവൻ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പെട്ടെന്ന് തൻ്റെ തൊട്ടപ്പുറത്തു നിന്നും ഉണ്ണി നീട്ടി വിളിക്കുന്നത് അപ്പോഴേക്കും ആൻ്റണി കേട്ടു. ആൻ്റണി, നീ ഇപ്പോൾ പോയിക്ക് പെണ്ണേ, ഞാൻ നാളെ വരാം. ആൻ്റണി പെട്ടെന്ന് അവിടെ നിന്നും മുറ്റത്തേക്ക് കയറി വന്നു. ഞാനിവിടെയുണ്ട്. ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടി. ആൻ്റണി കയ്യിലെ ഫോൺ അവനെ കാണിച്ചു. എൻ്റെ പൊന്നു ആൻ്റണി, താൻ ചെന്നൈയിൽ കാണിക്കുന്ന പോലെ കുറുമ്പ് ഇവിടെ കാണിക്കില്ലേ? ഞങ്ങൾ പേടിച്ചു പോയി. ഈ സന്ധ്യ സമയത്ത് ഇവിടേക്ക് ആരും വരാറില്ല. ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള വീടാണ്. അതും യക്ഷിയുണ്ടെന്ന് പറയുന്നൊരു മന. വർഗീസ് മുൻപേ നടന്നു. പിന്നാലെ തന്നെ ഉണ്ണിയും ആൻ്റണിയും. ആൻ്റണിയുടെ മനസ്സിൽ നിറയെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. അവളുമൊത്തുള്ള ഓരോ നിമിഷങ്ങളും അവൻ സ്വപ്നം കണ്ടുകൊണ്ടാണ് തൻ്റെ കാറിലേക്ക് കയറിയത്. നാളെ വരാം എന്നവളോട് പറഞ്ഞുവെങ്കിലും ഉണ്ണി അറിയാതെ ഇന്ന് രാത്രി തന്നെ ഈ സുന്ദരി പെൺകിടാവിനടുത്തെത്തണമെന്ന് ആൻ്റണി മനസ്സിലുറപ്പിച്ചു. ഈറ്റുമനയിലെ യക്ഷി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. പുതിയ പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.